ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിസ്ഡസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 8th പേജാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ പേജിലെ ആദ്യത്തെ സെൻറ്റൻസ് കഴിഞ്ഞ പേജിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫാണ് ജിത്തനെ മൂഹ് ഉത്തനി ബാത്തെ, അല്ലേ? അതായത് എത്ര മൗത്ത്സ് ഉണ്ടോ, മൂഹ് എന്ന് പറഞ്ഞാൽ മൗത്താണ്, വായ. അപ്പോൾ എത്ര വായ ഉണ്ടോ അത്രയും കാര്യങ്ങളാണ് ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. ജിത്തനെ മൂഹ് ഉത്തനി ബാത്തെ, എത്ര ആൾക്കാരുണ്ടോ അവർക്ക് എല്ലാവർക്കും ഈ വിഷയത്തെ പറ്റി ഒരു അഭിപ്രായമുണ്ട്. ऐसा ज़बरदस्त मसला पहले कभी नहीं मिला था, इसलिए लोग मौन होना नहीं चाहते थे. അപ്പം ऐसा ज़बरदस्त മസല, അതായത് ഇത്രയും എന്താ പറയുന്നത്, ചൂട് പിടിച്ച ഒരു വിഷയം ആൾക്കാർക്ക് ഇത്രയും ഗൗരവമുള്ള ഒരു ചർച്ചാ വിഷയം അവർക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ऐसे ज़बरदस्त മസല പഹലെ കബി നഹി മിലാധ, ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യാനായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലിയെ ലോഗ് മൗൻ ഹോന നഹി ചാത്തെ, അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊന്നും മിണ്ടാതിരിക്കാനായിട്ട്, മൗനം ആയിട്ടിരിക്കാനായിട്ട് പറ്റിയില്ല. अपने तरीके से समाधान ढूंढ रहे थे और प्रतीक्षा कर रहे थे कि कुछ घटित हो. അപ്പം എന്താ പറയണ്ടേ, अपने तरीके से समाधान ढूंढ रहे थे, അതായത് അവരവരുടെ വഴിയിൽ ചിന്തിച്ച് അവർ ഓരോരോ പരിഹാരങ്ങൾ ഉണ്ടാക്കി എല്ലാത്തിനും, അല്ലെങ്കിൽ ഓരോ വിശദീകരണം കൊടുത്തു. ഓരോരുത്തരും ഓരോ വിശദീകരണം അവരവരുടെ വഴിയിൽ, അല്ലെങ്കിൽ അവരവരുടെ ചിന്തയ്ക്കനുസരിച്ചുള്ള ഓരോ വിശദീകരണങ്ങൾ അവർ കൊടുത്തു. അതുപോലെ തന്നെ പ്രതീക്ഷ കർ രഹേ ഥേ കി കുച്ച് ഘടിത് ഹോ, അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി, അങ്ങനെ ഒരു ഇൻസിഡൻറ്റിനെ കാത്തിരിക്കുകയായിരുന്നു അവർ. അങ്ങനെ ഒരു എന്തെങ്കിലും ഇതിൻ്റെ തുടർച്ചയായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഹാലാങ്കി ഇസി ക്രം മേ ബാത്തെ ഗർമാഹട്ട് ഭരി ഭി ഹോനെ ലഗി ഥി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹാലാങ്കി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസി ക്രം, ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ഗർമാഹട്ട് ഭരി, അതായത് നമ്മൾ പറയാറില്ലേ ചൂട് പിടിച്ച ചർച്ച എന്നൊക്കെ, അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഈ കാര്യത്തിൽ ചൂട് പിടിച്ച് വന്നുകൊണ്ടേയിരുന്നു. ആൾക്കാർ ചർച്ച ചെയ്യാനും തുടങ്ങി. അതുപോലെ തന്നെ ഹരിഹർ കാക്കയുടെ വീട്ടിലാണെങ്കിലും ഈ കാര്യത്തിനെ പറ്റി കൂടുതലായിട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ പ്രശ്നമൊന്നും കൂടെ ചൂട് പിടിക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങി. ലോഗ് പ്രത്യക്ഷ ഓർ പരോക്ഷ രൂപസെ ദോ വർഗോം മേം ബണ്ട്നെ ലഗേ ഥേ, അതായത് ആൾക്കാർ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും, അതായത് എല്ലാവരും കാണുമ്പോഴും പിന്നെ അല്ല രഹസ്യമായിട്ടും ആൾക്കാർ രണ്ട് ടീമായിട്ട് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹരിഹർ കാക്കയുടെ സ്ഥലം ഠാക്കൂർ ബാരിക്ക് എഴുതി കൊടുക്കണം എന്ന് പറയുന്ന ആൾക്കാർ. രണ്ടാമത്തേതാരാ, ഹരിഹർ കാക്കയുടെ സ്ഥലം ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സിന് കൊടുക്കണം എന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആൾക്കാർ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. കൈ बैठकों में दोनों वर्गों के बीच आपस में तू मैं भी होने लगी थी. അപ്പോൾ ഈ ബൈഠകവും അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു, ഈ വില്ലേജിലൊക്കെ ഒത്തുകൂടി ഒരു സമയമാകുമ്പോൾ വന്നിരിക്കുന്ന ആൾക്കാർ, അവരെയായിരുന്നു സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുന്ന ആൾക്കാർ, അവരെയായിരുന്നു നമ്മൾ ബൈഠകവും എന്ന് പറഞ്ഞത്. അപ്പം ഈ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്കിടയിലും പറ്റി, രണ്ട് വർഗത്തിലും പെട്ട ആൾക്കാർ, നീ അതാണ് ഞാൻ ഇതാണ് എന്ന് നമ്മൾ പറയാറില്ലേ, നീ ആ ഗ്രൂപ്പാണ് ഞാൻ ഈ ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് പോലെ അവർക്കിടയിൽ തന്നെ കൈ ബൈഠകോമേ ദോനോ വർഗോം കെ ബീച്ച് ആപ്പസ്, അവർക്കിടയിൽ ആപ്പസ് എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ എന്നാണ്. അപ്പം അവർക്കിടയിൽ തന്നെ ബീച്ച് ആപ്പസ് എന്ന് പറയുമ്പം അവർക്കിടയിൽ തന്നെ മേ തൂ മേ ഭി ഹോനെ ലഗി ഥി, അവർക്കിടയിൽ പോലും രണ്ട് ടീമായിട്ട് ഇവർ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. एक वर्ग के लोग चाहते थे कि हरिहर अपने हिस्से की ज़मीन ठाकुर बारी के നാം ലിഖ് ദേ. അപ്പം ഇതിലൊരു വർഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഹരിഹർ കാക്കയുടെ ആ സ്ഥലം ഠാക്കുർ ബാരിക്ക് കൊടുക്കണം എന്നായിരുന്നു, ഠാക്കുർജിക്ക് കൊടുക്കണം എന്നായിരുന്നു. तब यह ठाकुर बारी ना सिर्फ इलाके की ही सबसे बड़ी ठाकुर बारी होगी, बल्कि पूरे राज्य में इसका मुकाबला कोई दूसरी ठाकुर बारी नहीं कर सकेगी.
അപ്പം ഠാക്കുർബാരിക്ക് ആ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ അവരതിന് പറയുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ തബ് യഹ് ഠാക്കുർബാരി നാ സിർഫ് ഇലാക്കേക്ക് ഹി സബ്സെ ബഡി ഠാക്കുർബാരി ഹോഗി. അതായത് ഠാക്കുർബാരിക്ക് ഈ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ ഠാക്കുർബാരി നമ്മളുടെ ഇവിടെയുള്ള ഈ ഠാക്കുർബാരി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രദേശത്തെ മാത്രമല്ല ബൽക്കി പൂരെ രാജ്യമേ ഇസ്കാ മുക്കാബല കോയി ദൂസര ഠാക്കുർബാരി നഹി കർ സക്കേഗി. അതായത് ഈ രാജ്യത്തിൽ തന്നെ ബൽക്കി എന്ന് പറഞ്ഞാൽ എന്നാൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്നാൽ പൂരെ രാജ്യം നമ്മുടെ ഈ മുഴുവൻ രാജ്യത്തിനെ എടുത്തു കഴിഞ്ഞാൽ തന്നെയും മുക്കാബല എന്ന് പറഞ്ഞാൽ മത്സരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഠാക്കുർബാരിയോടൊപ്പം മത്സരിക്കാൻ പോലും രണ്ടാമതൊരു ഠാക്കുർബാരി ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പം തന്നെ ഈ ഠാക്കുർബാരി വലുതാണ്. ഇപ്പം അത്രയും സ്ഥലവും കൂടെ കിട്ടുമ്പം അത് അത്രയധികം വലുതായിട്ട് മാറും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എന്താ तब यह ठाकुरबारी ने सिर्फ इलाके ही सबसे बड़ा ठाकुरबारी होगी बल्कि पूरे राज्य में इसका मुकाबला कोई दूसरा ठाकुरबारी नहीं कर सकेगी. इस वर्ग के लोग धार्मिक संस्कारों के लोग हैं. അപ്പം ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ധാർമ്മിക സംസ്കാരത്തിൽ, അതായത് ദൈവവും ദൈവത്തിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നവരും പിന്നെ ഭയങ്കര ഭക്തരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ടത്. ധാർമ്മിക സംസ്കാരം ഉള്ളവർ, ധാർമ്മിക സംസ്കാരവും കെ ലോഗ് സാത്ത് ഹി കിസി നാ കിസി രൂപ് മേ ഠാക്കുർബാരി സെ ജുഡേ ഹെ. അതായത് അത് തന്നെയുമല്ല അവരേതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ഠാക്കുർബാരിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളവരാണ്. ഓക്കെ, സാഥി കിസി നാ കിസി എങ്ങനെയെങ്കിലും ഒക്കെ രൂപ് മേ ഠാക്കുർബാരി സെ ജുഡേ ഹെ, അവർ ഠാക്കുർബാരിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഠാക്കുർബാരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ അവർക്ക് ഉണ്ട്. അതാണ് ആദ്യത്തെ ഗ്രൂപ്പ്. അസൽ മേ സുബഹ് ഷാം ജബ് ठाकुर जी को भोग लगाया जाता है तब साधु संतों के साथ गांव के कुछ पेठू और चडोर किस्म के लोग प्रसाद पाने के लिए वहाँ जुड़ जाते हैं. അപ്പം എന്താ പറയുന്നത്, അസൽ മേ സുബഹ് ഷാം ജബ് ഠാക്കുർ ജി കോ ഭോഗ് ലഗായ ജാത്ത ഹെ. അതായത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ സത്യത്തിൽ രാവിലെയും വൈകിട്ടും ഠാക്കുർജിക്ക് ഭക്ഷണം കൊടുക്കുമല്ലോ അല്ലേ, നമ്മൾ നിവേദ്യം കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പം ആ ഒരു സമയത്ത് എന്താ ചെയ്യുന്നത്, ഠാക്കുർജിക്കോ भोग लगाया जाता है तब साधु संतों के साथ गांव के कुछ पेठू और चडोर किस्म के लोग प्रसाद पाने के लिए वहाँ जुड़ जाते हैं. അതായത് അപ്പോൾ ഈ പൂജാരിമാരുടെ കൂട്ടത്തിൽ ഈ മഹന്തിൻ്റെയും പൂജാരിജിയുടെ ഒക്കെ കൂടെ ആ ഗ്രാമത്തിലുള്ള ചില കുച്ച് പേഠു ഓർ ചഡോർ കിസ്മക്കെ ലോഗ്. അതായത് പേഠു എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണ വിദഗ്ധൻ എന്നൊക്കെ പറയുന്നതാണ്. അതായത് ഭക്ഷണത്തിനോട് ഭയങ്കരമായിട്ടുള്ള ആസക്തിയുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ചഡോർ എന്ന് പറയുന്നത് എരിവും രുചിയും ഒക്കെ ഉള്ള ഭക്ഷണത്തിനോട് താല്പര്യമുള്ളവരെയാണ് ചഡോർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പേഠു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് പേഠു എന്ന് പറഞ്ഞാൽ ഭക്ഷണ വിദഗ്ധൻ എന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് ഭക്ഷണത്തോട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ നമ്മൾ ഠാക്കുർജിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവിടെ ഒത്തുകൂടാറുണ്ട്. അതായത് അതിൻ്റെ ഒരു പങ്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തുകൂടാറുണ്ട്. അതാണ് അസൽ മേ സുബഹ് ഷാം ജബ് ठाकुर जी को भोग लगाया जाता है तब साधु संतों के साथ गांव के कुछ पेठू और चडोर किस्म के लोग प्रसाद पाने के लिए वहाँ जुड़ जाते हैं. അപ്പോൾ ഇവരും പ്രസാദം കഴിക്കാനായിട്ട് അവിടെ ഒത്തുകൂടുമായിരുന്നു. ये लोग इसी वर्ग के हिमायती है. അപ്പോൾ അവരും ഈ ഒരു ടീമിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ സഹായികളായിരുന്നു, ഹെൽപ്പേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, അപ്പോൾ ദൂസരെ വർഗമേ ഗാവ് കെ प्रगतिशील विचारों वाले लोग तथा वैसे किसान हैं जिनके यहाँ हरिहर जैसे औरत मर्द पल रहे होते हैं. അപ്പോൾ ഈ സെക്കൻഡ് ഗ്രൂപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ പ്രഗതിശീൽ വിചാരം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഗാവ്ക്കെ പ്രഗതിശീൽ വിചാരം, അതായത് ഗ്രാമത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചിന്തിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. തഥാ വൈസെ കിസാൻ ഹെ, അവരെ ആരാണ്, അവർ കൃഷിക്കാരായിരുന്നു. ഓക്കെ, ജിൻകെ യഹാം ഹരിഹർ ജൈസെ ഔറത്ത് മർദ് പൽ രഹേ ഹോത്തെ ഹെ.
ഇവരാരെ പോലെയാ, ഹരിഹർജിയെ പോലെ എന്താ കൃഷിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ആരാ, ഈ പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ. അപ്പോൾ അവർ എന്താ, ഇവർ സെക്കൻഡ് ഗ്രൂപ്പാണ് പ്രഗതിശീൽ വിചാരവും. ഗാവ് കെ പ്രഗതിശീൽ വിചാരവും. അവർക്ക് ഗ്രാമത്തിൻ്റെ വികസനത്തെ പറ്റിയൊക്കെ ആലോചിക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ गाँव का वातावरण तनावपूर्ण हो गया था और लोग कुछ घटित होने की प्रतीक्षा करने लगे थे. അപ്പം गाँव के वातावरण तनावपूर्ण हो गया था, അതായത് ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം, വാതാവരണം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്നാണ്. തനാവ് പൂർണ്ണ ഹോ ഗയാ ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ വരിക എന്നൊക്കെ പറയുന്നത്, സമ്മർദ്ദം. അപ്പം ഗ്രാമത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ എന്താ, ആൾക്കാരെല്ലാവരും വളരെ പ്രഷറിലായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ലോക കുച്ച് ഘടിത് ഹോനേക്ക് പ്രതീക്ഷ കർണേ ലഗേ ഥേ, അതായത് ഇതിന് ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ചോർത്ത് എല്ലാവരും വളരെ സമ്മർദ്ദത്തിലായിരുന്നു. അതാണ് गाँव का वातावरण तनावपूर्ण हो गया था और लोग कुछ घटित होने की प्रतीक्षा करने लगे थे. इधर भावी आशंकाओं को मद्देनजर रखते हुए हरिहर काका के भाई उनसे यह निवेदन करने लगे थे कि अपनी ज़मीन वे उन्हें लिख दे. അതായത് ഇപ്പം ഹരിഹർ കാക്കയുടെ വീട്ടിലപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു, ഭാവി ആശങ്കാവുക്കോ മധ്യേ നസർ രക്തേ, അതായത് ഭാവിയിലുള്ള എന്താ മുമ്പോട്ട് നടക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റി നമ്മൾ എന്താ മുൻകൂട്ടി കാണുക എന്ന് പറയത്തില്ലേ, കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതാണ് മധ്യേ നസർ എന്ന് പറഞ്ഞാൽ. ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഭാവി മുൻപിൽ കണക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്തു, ഹരിഹർ കാക്കയുടെ സഹോദരന്മാർ അദ്ദേഹത്തിനോട് എന്ത് ചെയ്തു, നിവേദൻ കർണയിലകെ, അതായത് അദ്ദേഹത്തിനോട് എന്താ പറയണ്ടേ, റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഭൂമി അവരുടെ പേരിലേക്ക് എഴുതി വെക്കണമെന്ന്. അപ്പം ഈ സമീൻ വേ ഉന്നെ ലിഖ് ദേ, അദ്ദേഹത്തിൻ്റെ ആ സ്ഥലം ദയവ് ചെയ്ത് അവർക്ക് എഴുതി കൊടുക്കണമെന്ന് അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഉൻകെ സിവായ ഉൻക ഓർ അപ്പനാ ഹേ ഹി കോൻ, അതായത് എന്താ, ഉൻകെ സിവായി എന്ന് പറഞ്ഞാൽ ഉൻകെ സിവായി ഉൻക ഓർ അപ്പനാ ഹേ ഹി കോൻ. സിവായി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എക്സെപ്റ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, ഒഴികെ എന്ന് പറയാറില്ലേ, അതായത് അദ്ദേഹത്തിന് അവരൊഴികെ വേറെ ആരാണുള്ളത്, വേറെ ആരും തന്നെയില്ല അല്ലേ. ഉൻകെ സിവായി ഉൻക ഓർ അപ്പനാ ഹേ ഹി കോൻ, അവർ അല്ലാതെ ഹരിഹർ കാക്കയ്ക്ക് മറ്റാരാണുള്ളത്. ഇസ് വിഷയ പർ ഹരിഹർ കാക്കാനെ ഏകാന്ത് മേ മുജ്സെ കാഫി ദേർ തക് ബാത് കി, അതായത് എന്താ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഹരിഹർ കാക്ക എന്നോട് ഏകാന്തതയിൽ എന്താ ഒരുപാട് നേരം സംസാരിച്ചു എന്നാണ്. അതായത് ഏകാന്ത് മേ മുജ്സെ കാഫി ദേർ തക് ബാത് കി, അതായത് ഒന്നും സംസാരിക്കാതെ തന്നെ അദ്ദേഹം ഈ ഒരു വിഷയം ആയിട്ട് ബന്ധപ്പെട്ട് വളരെ എന്താ പറയുന്നത്, വിഷമത്തിലായിരുന്നു അല്ലേ. അപ്പം ഒറ്റയ്ക്കിരുന്നപ്പം ഒരുപാട് നേരം ഈ ഒരു കാര്യത്തിനെ പറ്റി മുജ്സെ കാഫി ദേർ തക് ബാത് കി, ഏകാന്ത് മേ മുജ്സെ കാഫി ദേർ തക് ബാത് കി. अंदर हम इस निष्कर्ष पर पहुँचे कि जीते जी अपनी जायदाद का स्वामी किसी और को बनाना ठीक नहीं होगा. അവസാനം എന്ത് പറ്റി, അവസാനം അവരിങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു കൺക്ലൂഷൻ, നിഷ്കർഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ, അവരിങ്ങനെയാണ് അവസാനം കൺക്ലൂഡ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്താ നമ്മളുടെ സ്വത്ത് മറ്റൊരാൾക്ക്, ജായദാദ് എന്ന് പറഞ്ഞാൽ സ്വത്ത് അല്ലെങ്കിൽ വസ്തു എന്നുള്ളത്, നമ്മുടെ വസ്തു സ്വാമി എന്ന് പറഞ്ഞാൽ അധികാരി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം നമ്മളുടെ സ്വത്തിൻ്റെ അവകാശി അല്ലെങ്കിൽ അധികാരിയായിട്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവകാശിയാക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് അവസാനം ഞങ്ങൾ എത്തി. अंदर हम इस निष्कर्ष पर पहुँचे कि जीते जी अपनी जायदाद का स्वामी किसी और को बनाना ठीक नहीं होगा, അത് ശരിയല്ല എന്ന് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്തു. चाहे वह अपना भाई या मंदिर का महंत ही क्यों ना हो, അതായത് चाहे वह अपना भाई या मंदिर का महंत ही
ക്യോ നാ ഹോ. അതായത് എന്താ ഈ സ്ഥലം ആവശ്യമുള്ളത് അതിനി സ്വന്തം സഹോദരനായാലും ശരി, അമ്പലത്തിലെ മന്ദിറിലെ മഹൻജി ആയാലും ശരി, രണ്ടുപേർക്കും അത് കൊടുക്കുന്നത് ശരിയല്ല. നമ്മുടെ ഒരു സ്വത്ത് മറ്റാർക്കും കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് എത്തിയതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനി സ്വന്തം സഹോദരനായാലും ശരി, മഹൻജി ആയാലും ശരി എന്നുള്ളതാണ് പറയുന്നത്. ചാഹെ വഹ് അപ്പന ഭായി യാ മന്ദിർ കാ മഹൻജി ക്യോ നാ ഹോ. हमें अपना गांव और इलाके के वे कुछ लोग याद आए जिन्होंने अपनी ज़िंदगी में ही अपनी जायदाद अपने उत्तराधिकारियों या किसी अन्य को लिख दी थी, लेकिन इसके बाद उनका जीवन कुत्ते का जीवन हो गया. അപ്പം അവരിങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താനുള്ള കാരണമാണ് അവർ പറയുന്നത്. ഹമേ അപ്പനെ ഗാവ് ഔർ ഇലാക്കേക്കെ വേ കുച്ച് ലോഗ് യാദായ. അതായത് നമ്മളുടെ ഗ്രാമത്തിലെയും അതുപോലെ തന്നെ ഈ പ്രദേശത്തെയും കുറച്ച് ആൾക്കാരെ അവർക്ക് ഓർമ്മ വന്നു. എന്താണെന്ന് വെച്ചാൽ ജിന്നോനെ അപ്പനി സിന്ദഗി മേ ഹി അപ്പനി ജായദാദ് അപ്പനെ ഉത്തരാധികാരിയും യാ കിസി അന്യക്കോ ലിഖ് ദി. അതായത് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ സ്ഥലം അല്ലെങ്കിൽ സ്വത്ത് അവരുടെ പിൻഗാമികൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും, ഉത്തരാധികാരിയും എന്ന് പറഞ്ഞാൽ പിൻഗാമികൾ എന്നാണ്. അപ്പം അവരുടെ പിൻഗാമികൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ആരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടോ, ലേക്കിൻ ഇസ്കെ ബാദ് ഉൻകാ ജീവൻ കുത്തേക്ക ജീവൻ ഹോ ഗയ. അപ്പം എഴുതി കൊടുത്തതിന് ശേഷം ഇവരുടെ ജീവിതം കുത്തേക്ക് സമൻ അല്ലെങ്കിൽ പട്ടിക്ക് തുല്യമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ അവരെ ഉപേക്ഷിച്ച് അവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഹരിഹർ കാക്കായും ഈ ഒരു രീതിയിൽ സ്വത്ത് ഇവർക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായി പോകുമെന്നുള്ള പേടി കാരണമാണ് ജീവിച്ചിരിക്കുമ്പോൾ ഇത് ആർക്കും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് അവർ എത്താനായിട്ടുള്ള റീസൺ. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, हमें अपने गाँव और इलाके के वे कुछ लोग याद आए जिन्होंने अपनी ज़िंदगी में ही अपनी जायदाद अपने उत्तराधिकारियों या किसी अन्य को लिख दी थी, लेकिन इसके बाद उनका जीवन कुत्ते का जीवन हो गया. कोई उन्हें पूछने वाला नहीं रहा. അപ്പം അതിന് ശേഷം പിന്നീട് അവർക്ക് ചോദിക്കാനായിട്ടൊന്നും ആരും തന്നെ ഉണ്ടാവില്ല. कोई उन्हें पूछने वाला नहीं रहा. हरिहर काका बिल्कुल अनपढ़ व्यक्ति है, फिर भी इस बदलाव को उन्होंने समझ लिया और यह निश्चय किया कि जीते जी किसी को ज़मीन नहीं लिखेंगे. ഹരിഹർ കാക്ക ഒരു അൺപഡ് അല്ലേ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണ്. ഹരിഹർ കാക്ക ബിൽക്കുൽ അൺപഡ് വ്യക്തി, അതായത് ഒട്ടും തന്നെ പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. എന്നിട്ട് പോലും ഇസ് ബദലാവ് കോ ഉനോനെ സമജ് ലിയ, ഈ ഒരു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ആ ഒരു മാറ്റം, സ്വഭാവത്തിലും മൊത്തത്തിലുള്ളൊരു മാറ്റം, അതാണ് ബദ്ലാവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചേഞ്ചിനെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി. ബദ്ലാവ് കോ ഉനോനെ സമജ് ലിയ ഓർ യഹ് നിശ്ചയ കിയ, ഇതും തീരുമാനിച്ചു, ഇത് നിശ്ചയിച്ച് ഉറപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ ജീത്തെ ജി കിസി കോ സമീൻ നഹി ലിഖേംഗെ, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആർക്കും തന്നെ ഈ ഭൂമി എഴുതി വയ്ക്കാൻ പോകുന്നില്ല. അപ്പനെ ഭായിയോം കോ സമജ് ദിയ മർ ജാവുങ്കോ തോ അപ്പനെ ആപ് മേരി സമീൻ തുമേ മിൽ ജായേഗി. അപ്പം സഹോദരന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി. എന്താണെന്ന് വെച്ചാൽ മർ ജാവുങ്കാ തോ അപ്പനെ ആപ് മേരി സമീൻ തുമേ മിൽ ജായെങ്കി, ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ സ്ഥലം നിങ്ങൾക്ക് തന്നെ കിട്ടുമല്ലോ. സമീൻ ലേക്കർ തോ ജാവുങ്ക നഹി, ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ ഈ സ്ഥലം കൂടെ കൊണ്ടുപോകാനായിട്ട് പോകുന്നില്ല. ഇസ്ലിയെ ലിഖ്വാനേക്ക് ക്യാ സരൂരത്ത്, അതുകൊണ്ട് തന്നെ ഇത് എഴുതി വെക്കണമെന്നുള്ള കാര്യത്തിൽ എന്താണ് നിർബന്ധം എന്ന് ഹരിഹർ കാക്ക ചോദിച്ചു. അപ്പം ഉധർ മഹൻജി ഭി ഹരിഹർ കാക്ക की ടോവ് മേ രഹനെ ലഗെ. അതേ സമയത്ത് അവിടെ ഠാക്കുർബാരിയിൽ എന്ത് പറ്റി, മഹൻജി ആണെങ്കിലും നമ്മുടെ ഹരിഹർ കാക്കയെ പറ്റി മഹൻജി ആണെങ്കിലും രഹസ്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. മഹൻജി ബി ഹരിഹർ കാക്കോ കി ടോഹ് മേ ലഹനെ ലഗെ. ടോഹ് മേ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. ഹരിഹർ കാക്ക എന്താണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ജഹാ കഹി ഏകാന്ത് പാതേ കഹ് ഉട്ടെ വിലംബ് നാ കരോ ഹരിഹർ ശുഭ കാം മേ ദേർ നഹി കർത്തെ ചൽക്കർ ठाकुर जी के नाम समीन बय कर दो
फिർ പൂരി ജിന്ദഗി ഠാकुरबारी में राज करो, मरोगे तो तुम्हारी आत्मा को ले जाने के लिए स्वर्ग से विमान आएगा, देवलोक को प्राप्त करोगे. അതായത് പിന്നീട് എപ്പോഴെങ്കിലും ഹരിഹർ കാക്കയെ ഏകാന്തനായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴെല്ലാം ഇങ്ങനെ പറയുമായിരുന്നു മഹൻജി, അതായത് വിലം നാ കരോ ഹരിഹർ, ഒരിക്കലും താമസിക്കരുത്, ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ വൈകരുത്. ശുഭ കാമേ ദേർ നഹി കർത്തെ ചൽക്കർ ഠാക്കുർജി കെ നാം സമീൻ ബയ കർദോ. അതായത് ഠാക്കുർജിയുടെ പേരിലേക്ക് ഈ സ്ഥലം മാറ്റി എഴുതുക. ഇപ്പം നിങ്ങളുടെ പേരിൽ കിടക്കുന്ന ഈ സ്ഥലത്തിനെ മാറ്റി ഠാക്കുർജിയുടെ പേരിലേക്ക് എഴുതി വയ്ക്കുക. ഫിർ പൂരി ജിന്ദഗി ഠാക്കുർബാരി മേ രാജ് കരോ. എന്നിട്ട് ബാക്കിയുള്ള ജീവിതം മുഴുവനും ഠാക്കുർബാരിയിലെ രാജാവായിട്ട് നമുക്ക് കഴിയാം. മരോഗേ തോ തുമാരാ ആത്മാ കോ ലേ ജാനെ കെ ലിയെ സ്വർഗ സേ വിമാനായിക. മരിച്ചു കഴിഞ്ഞാൽ താങ്കളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്, താങ്കളുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സ്വർഗത്തിൽ നിന്നും വിമാനമെത്തും. ദേവലോകോ പ്രാപ്ത കരോഗെ, ദേവലോകം പ്രാപ്തനാക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം സ്ഥലം മാറ്റി എഴുതാനാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഹരിഹർ കാക്കയെ ഒറ്റയ്ക്ക് കാണുമ്പോൾ ആര് പറഞ്ഞുകൊണ്ടിരുന്നത്? മഹൻജി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ സ്വർഗത്തിൽ നിന്നും വിമാനമയക്കും. നിങ്ങൾ എത്രയും വേഗം ദേവലോകം പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ഠാക്കുർബാരിയുടെ പേരിലേക്ക് മാറ്റി എഴുതാനാണ് മഹൻജി പിന്നീട് ഹരിഹർ കാക്കയെ കണ്ടപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 8th പേജിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം.